ഹായ് ഹലോ നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനലിലൂടെ മുതൽ മുടക്കൊന്നും ഇല്ലാതെ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചും ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പുള്ള വീഡിയോസ് കാണുവാനും തുടർന്ന് വരുന്ന വീഡിയോസ് കാണുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചെയ്തിരുന്ന പല കച്ചവടങ്ങളും പുതിയ കാലത്ത് പുതിയ രീതിയിൽ അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി വരുമ്പോൾ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നതായി കണ്ടുവരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മാടക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്ന നമ്മുടെ പുളിമുട്ടായി, ഇഞ്ചി മിഠായി, അതുപോലെ ഗ്യാസ് മുട്ടായി, നാരങ്ങ മിഠായി എന്നൊക്കെ പറയുന്ന സാധനം അത് ഭരണിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരിടക്കാലം കൊണ്ട് അത് കിട്ടാനേ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് വലിയ വലിയ മാളുകളിൽ പോലും വലിയ ബേക്കറികളിലും ഒക്കെ പ്രത്യേകമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് പ്രത്യേക പാക്കിങ്ങിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് വാങ്ങിച്ച് കഴിക്കാറില്ലേ? അത് നമ്മുടെ നൊസ്റ്റാൾജിയ ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും അത് ഓടിച്ചെന്ന് വാങ്ങി കഴിക്കാറുണ്ടല്ലേ? അപ്പൊ അതൊരു വലിയ ബിസിനസ് സാധ്യതയാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മുട്ടായി ബിസിനസിനെ കുറിച്ചല്ല കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അലക്കുകാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അത്. വലിയ വലിയ വീടുകളിൽ നിന്നൊക്കെ മുഷിഞ്ഞ തുണികൾ ശേഖരിച്ചുകൊണ്ട് പോയി ആറ്റിൻകരകളിലൊക്കെ വെച്ച് അലക്കി അവിടെ തന്നെ ഉണക്കി മടക്കി എടുത്തുകൊണ്ട് പോരുന്ന ആ ഒരു രീതിയായിരുന്നു. ഇന്നത് മാറി അതൊരു ലോണ്ടറി ബിസിനസ് എന്ന വലിയൊരു ബിസിനസ് മേഖലയായിട്ട് വളർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും അത് തന്നെയാണ്, ലോണ്ടറി ബിസിനസ്. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ കമ്പനികളാണ് ലോണ്ടറി ബിസിനസ് ചെയ്യുന്നത്, നൂറുകണക്കിന് തൊഴിലാളികളും വലിയ മെഷീൻസും ഒക്കെ വെച്ചിട്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ആ ഒരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ നഗരപ്രദേശങ്ങളിലൊക്കെ എറണാകുളം പോലെയുള്ള നഗരങ്ങളിലൊക്കെ ലോണ്ടറി ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെയും വളരെ ചെറിയ രീതിയിലാണ് അത് ചെയ്യുന്നത്. ഡ്രൈ ക്ലീനിങ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, ലോണ്ടറി ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് ഇപ്പോഴും അത് വ്യാപിച്ചിട്ടില്ല. കോളേജ് ഹോസ്റ്റൽസ്, ഹോസ്പിറ്റലുകള്, അതുപോലെ ഫ്ലാറ്റുകളുള്ള ഏരിയകള്, ഇങ്ങനെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇതിന്റെ ബിസിനസ് സാധ്യത നിലനിൽക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും നമ്മളൊരു ഫാസ്റ്റ് ലൈഫിലേക്കാണ് പോകുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ആർക്കും സമയമില്ല തുണി അലക്കാനോ പാത്രം കഴുകാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ ഒന്നും സമയമില്ല. അതുകൊണ്ടാണ് ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്ത് വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ മേഖലയും. നമ്മുടെ മാർക്കറ്റിംഗ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നമുക്ക് നന്നായി വിജയിക്കാൻ സാധിക്കും. ഈ ഒരു ബിസിനസിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല കേട്ടോ. എങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഒരു സർവീസ് എത്രത്തോളം നല്ലതായിട്ട് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൂടുതൽ ബിസിനസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മറുനാട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം, പ്രത്യേകിച്ചും തമിഴ്നാട്, ഹൈദരാബാദ് ആ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉന്തുവണ്ടിയിലൊക്കെ ആളുകള് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം അത് വ്യാപകമായിട്ട് എല്ലാ സിറ്റികളിലും കാണുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് അത്ര വ്യാപകമല്ല. എന്നാൽ നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള സിറ്റി ഏരിയകളിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സർവീസുമാണ്. പ്രസന്റ്ലി ലോണ്ടറി ബിസിനസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും, ഓ ഇത് അത്ര വലിയ ലാഭമൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഏതൊരു ബിസിനസ് ആയാലും നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ അതിനകത്തിരുന്ന എഫോർട്ട്, അതനുസരിച്ച് നമുക്ക് ഏത് ബിസിനസ്സും ലാഭകരമാക്കാനായിട്ട് സാധിക്കും. ലോണ്ടറി ബിസിനസ് അത്ര വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കും. നല്ല രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഇതിന് ആവശ്യമാണെന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഈ ഒരു ബിസിനസിനെ കുറിച്ചുള്ള പ്രാഥമിക കാര്യങ്ങളെല്ലാം തന്നെ യൂട്യൂബിലൂടെയും ഗൂഗിളിലൂടെയും ഒക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ബാക്കിയൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ. ചെയ്യാൻ കഴിയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ചെറുതിൽ നിന്ന് തുടങ്ങുക, വലുതിലേക്ക് എത്തുക. ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് എന്താണ്? നേരെ ഇൻഡസ്ട്രിയൽ ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ബാങ്കിലേക്ക് പോകുന്നു, എങ്ങനെയൊക്കെ ലോൺ കിട്ടുമെന്ന് ശ്രമിക്കുന്നു. അതുപോലെ വസ്തു വിൽക്കാനും അല്ലെങ്കിൽ വീടൊക്കെ വിറ്റിട്ട് പോലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ മാറ്റിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറച്ച് നമുക്ക് എങ്ങനെ തുടങ്ങാം, ആ ഒരു ബിസിനസ് മേഖലയെ കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി പടിപടിയായി ഉയർന്നു വന്ന് അതിനെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ്സിൽ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാമ്പത്തിക തകർച്ച നമുക്ക് ഉണ്ടായാൽ നമ്മൾ മാനസികമായി തകരാൻ പാടില്ല. അങ്ങനെയുള്ള പല തകർച്ചകളും വീഴ്ചകളും നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തകർച്ച നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് വീണ്ടും പറയുന്നത്. നമ്മളും ചെറിയ സംരംഭവുമായി മുന്നോട്ട് പോകുന്നവരാണ്.
പുതിയ പുതിയ ബിസിനസ് ആശയങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കും ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തുടങ്ങാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയൊന്നുമില്ല. അപ്പോൾ നക്ഷത്രയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അത് തുടങ്ങാൻ കഴിയുന്നെങ്കിൽ തുടങ്ങിക്കോട്ടെ, അത് നാടിനും നാട്ടുകാർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പുതിയ ബിസിനസ് ആശയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.